الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله اللهم صل وسلم وبارك عليه. ഈ കിതാബ് ഞാൻ അതിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രിൻ്റ് എടുക്കാൻ നിങ്ങൾക്ക് സൗകര്യമാണ്. പ്രിൻ്റ് എടുക്കുകയാണെങ്കിൽ ഒന്ന് നന്നാവും. അതുപോലെ നമ്മൾ എടുക്കുന്ന ഫിഖഹിൻ്റെയും കിതാബ് അതിൽ ഗ്രൂപ്പിലും അയച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ LMSലും ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്താൽ സൗകര്യമാവും ഇൻഷാ അല്ലാഹ്. ഹഫീസ് എത്തിയില്ലേ? നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. 7ാമത്തെ ഹദീസാണ് നമ്മൾ പറയാൻ പോകുന്നത്. അൻ-നുസ്ഹു മിൻ ഉസൂലിദ്ദീൻ ഉസൂലിൽ ഇസ്ലാം. ഒരു ഹെഡിങ് കൊടുത്തു എന്നേ ഉള്ളൂ. ചില ഹദീസുമായി ബന്ധപ്പെട്ട് അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അതിൽ കൊടുത്തു എന്നേ ഉള്ളൂ. നമ്മുടെ കിതാബിൽ നിങ്ങൾക്ക് വിട്ടു തന്ന ഓരോ ദിവസത്തെയും ചാപ്റ്ററിൽ ഈ ഒരു ഹെഡിങ് കണ്ടുകൊള്ളണമെന്നില്ല. ഓക്കെ. അൻ-നുസ്ഹു ഗുണകാംക്ഷ മിൻ ഉസൂലിൽ ഇസ്ലാം ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ മറ്റൊരാൾക്ക് ഗുണത്തെ ആഗ്രഹിക്കുന്നതിനാണ് നുസ്ഹ് എന്ന് പറയാം. ഞാൻ അൻഷാദ് ബായിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഗുണം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യണം? മറ്റൊരാൾക്ക് ഗുണം ഉദ്ദേശിക്കണം എന്ന ഒരു വിചാരം എനിക്കുണ്ടാകൽ അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ പെട്ടതാണ്. മനസ്സിലായോ? ഹെഡിങ്ങിൻ്റെ അർത്ഥം മനസ്സിലായോ? അൻ-നുസ്ഹു മിൻ ഉസൂലിൽ ഇസ്ലാം. അപ്പോൾ നമ്മൾ ഒരു മനുഷ്യർക്ക് അത് ഏത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുമായിക്കോട്ടെ ഗുണമാണ് ആഗ്രഹിക്കേണ്ടത്. നമ്മൾ ആർക്കും ഒരു പ്രയാസമാകരുത്, ഗുണമാണ് ആവേണ്ടത്. നോക്കാം. അൻ അബി റുഖയ്യത തമീം ഇബ്നു ഔസിൻ അദ്ദാരിയി റളിയല്ലാഹു തആല അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല പറഞ്ഞു, അദ്ദീനു ഇസ്ലാം അല്ലെങ്കിൽ ഈമാൻ, എന്തും അർത്ഥം വെക്കാം, രണ്ടും വെക്കാം. ദീനു പറഞ്ഞാലും ഇസ്ലാം മതം, അല്ലെങ്കിൽ ഈമാൻ എന്ന് ഈമാനുള്ള ഒരാൾ, അല്ലെങ്കിൽ ഇസ്ലാം കാര്യം എന്നുള്ളത് അൻ-നസീഹത്തു ഗുണകാംക്ഷയാണ് എന്ന് പറഞ്ഞു. ഒരു ആപ്തവാക്യമാണ്. ഇസ്ലാം മതം ഗുണകാംക്ഷയാണ്, ഗുണം ആഗ്രഹിക്കലാണ്. ഖുൽന, അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ലിമൻ, ആർക്കാണ് നമ്മൾ ഗുണം ആഗ്രഹിക്കേണ്ടത്, ഗുണം കാക്ഷിക്കേണ്ടത് ആർക്കാണ്? ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലില്ലാഹി, അല്ലാഹുവിനിക്ക്, വലി കിതാബിഹി, അവൻ്റെ കിതാബിനിക്കും, വലി റസൂലിഹി, അവൻ്റെ പ്രവാചകനും ദൂതനും, വലി അഇമ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിലെ ഭരണാധികാരികൾക്കും, വ ആമ്മത്തിഹിം, മുസ്ലിമീങ്ങളിലെ മറ്റു മുസ്ലിമീങ്ങൾക്കും. അപ്പം എല്ലാം പെട്ടു. അള്ളാഹുവിൻ്റെ റസൂല്, അള്ളാഹുവിൻ്റെ കിതാബ്, മുസ്ലിമീങ്ങളിലെ ഭരണാധികാരികൾ, മറ്റു ജനങ്ങൾ, ആമ്പത്ത് എന്ന് പറഞ്ഞാൽ ഭരണാധികാരികളല്ലാത്ത മറ്റു ജനങ്ങൾ, എല്ലാവർക്കും എന്ത് ചെയ്യണം? ഗുണമാണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്, കാക്ഷിക്കേണ്ടത്, പ്രതീക്ഷിക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത്. അള്ളാഹുവിനിക്ക് എങ്ങനെയാണ് നമ്മൾ ഗുണം കാക്ഷിക്കുക?
അള്ളാഹുവിനെ വിശ്വസിക്കലുമുണ്ട്. അള്ളാഹുവിനെ വിശ്വസിക്കേണ്ട രൂപത്തിൽ വിശ്വസിക്കുക. അള്ളാഹുവിനേക്ക് പങ്ക് ചേർക്കാതിരിക്കൽ കൊണ്ട്, അള്ളാഹുവിനെ പരിശുദ്ധനാക്കൽ കൊണ്ട്, അള്ളാഹുവിന് ഒരു ന്യൂനതയുമില്ല എന്ന് വിശ്വസിക്കൽ കൊണ്ട്, ആത്മാർത്ഥതയോടുകൂടെ അള്ളാഹുവിനേക്ക് പ്രവർത്തിക്കൽ കൊണ്ട്, ഇബാദത്ത് ചെയ്യലുകൊണ്ട്. മനസ്സിലായി? ഓരോരുത്തർക്കും വ്യത്യാസമുണ്ട്. അള്ളാഹുവിനേക്ക് നമ്മൾ ഗുണം കാക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ നമ്മൾ നല്ല രൂപത്തിൽ അനുസരിച്ച് ആത്മാർത്ഥമായി ആരാധന നിർവഹിച്ച്, അതുപോലെ പങ്ക് ചേർക്കാതെ വിശ്വസിക്കേണ്ട രൂപത്തിൽ വിശ്വസിച്ച്, അള്ളാഹുവിനേക്ക് കുറവുകളിൽ നിന്നൊക്കെ സംശുദ്ധനാക്കി നമ്മൾ നമ്മുടെ വിശ്വാസം ക്ലിയർ ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിനേക്കുള്ള ഗുണകാംക്ഷ ചെയ്യേണ്ടത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇത് സത്യത്തിൽ നമുക്ക് തന്നെയാണ് ഗുണമായി മാറുന്നത്, അല്ലേ? അപ്പം നമ്മൾ മറ്റൊരാൾക്ക് ഒരു ഗുണം പ്രതീക്ഷിക്കുകയും ഗുണം കാക്ഷിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫലം നമുക്ക് തന്നെയാണ് ലഭിക്കുന്നത്. ഇനി വലി കിതാബിഹി, കിതാബിനിക്ക് എങ്ങനെയാണ് അത് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഞാൻ ഈ പറഞ്ഞ പോലെ കിതാബിനിക്ക് എങ്ങനെയായിരിക്കും നമ്മൾ ഗുണം കാക്ഷിക്കേണ്ടത്? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റും? കിതാബുമായി ബന്ധപ്പെട്ട് നമ്മൾ എങ്ങനെയാണ് കൂലി സമ്പാദിക്കേണ്ടത്? ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കി, പറയാൻ പറ്റും? വെരി ഗുഡ്. യെസ്. ഒന്ന്, അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുക. ഇത് പടച്ചോൻ പറഞ്ഞു തന്ന്, പടച്ചോൻ നമുക്ക് ഇറക്കി തന്ന അവൻ്റെ ദൈവികമായ വചനങ്ങളാണ് എന്ന് നമ്മൾ വിശ്വസിക്കുക. ഒന്ന്. മറ്റൊന്ന്, നിങ്ങൾ പറഞ്ഞതുപോലെ ഖുർആൻ, അത് അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. ഖുർആൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. മറ്റൊന്ന്, നിയമാനുസൃതം ഖുർആനിനെ പാരായണം ചെയ്യുക. ഓതേണ്ടതുപോലെ ഓതുക. നിയമങ്ങളൊക്കെ പഠിച്ച് തെറ്റുകളൊക്കെ തിരുത്തി, മാക്സിമം തെറ്റുകളൊക്കെ ഒഴിവാക്കി. ഖുർആൻ ഓതുന്ന സമയത്ത് രണ്ട് വിധത്തിലുള്ള തെറ്റുകളാണ് ഉണ്ടാവാറ്. ഒന്ന്, വലിയ തെറ്റുകളും പിന്നെ ചെറിയ തെറ്റുകളും. വലിയ തെറ്റുകളാകുമ്പോൾ അർത്ഥം മാറും, ആശയങ്ങൾ മാറും. അത് ഖുർആനോട് ചെയ്യാൻ പാടില്ലാത്ത, ഖുർആനോത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എന്നാൽ ചില അക്ഷരങ്ങൾക്ക് ചില സ്വഭാവങ്ങൾ പൂർണ്ണമായ രൂപത്തിൽ നമ്മൾ മലയാളികളായതുകൊണ്ട് തന്നെ അറബികൾ കൊടുക്കുന്ന അതേ രൂപത്തിൽ നമുക്ക് ഉച്ചരിക്കാനും ഓതാനും കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പ്രാക്ടീസോടുകൂടെ കഴിയും ചെയ്യും, അത് വേറെ വിഷയം. അപ്പോൾ അത്തരത്തിൽ വരുന്ന ചെറിയ സിഫത്തുകളുടെ കുറവുകൾ, മറ്റൊക്കെയുള്ള കുറവുകൾ, അത് അർത്ഥത്തിനോ ഖുർആൻ്റെ ആശയത്തിനോ മാറ്റങ്ങൾ വരില്ല. അതുകൊണ്ട് കുഴപ്പം ഇല്ല. പരമാവധി നമ്മൾ ശ്രദ്ധിച്ചു ഓതുക. അപ്പോൾ ഖുർആനുമായി നമ്മൾ എങ്ങനെയാണ് ഗുണം കാക്ഷിക്കേണ്ടത്? ഖുർആനുമായി നമ്മൾ വിജയിക്കണം. അള്ളാഹുവുമായി നമ്മൾ എങ്ങനെയാണ് ഗുണം കാക്ഷിക്കേണ്ടത്? അള്ളാഹുവിനെ കൊണ്ട് നമ്മൾ വിജയിക്കണം. അതെങ്ങനെയാണ് നമ്മൾ വിജയിക്കുക? അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ വിശ്വസിക്കുക, ഖുർആനിനെ അള്ളാഹുവിൻ്റെ കലാമാണെന്ന് വിശ്വസിക്കുക, ഖുർആൻ അതിൻ്റെ മര്യാദക്ക് അനുസരിച്ച് ഓതുക, ഖുർആനിനെ ബഹുമാനിക്കുക, ഖുർആൻ അനുസരിച്ചുള്ള കാര്യങ്ങൾ അമൽ ചെയ്യുക, ഖുർആനിലേക്ക് പ്രബോധനം നടത്തുക, ഖുർആൻ്റെ ആശയങ്ങൾ അനുവദനീയമായ രൂപത്തിൽ നമ്മൾ പ്രചരിപ്പിക്കുക. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ആരാണത്? ആരൊക്കെ വന്നിട്ട്? ഓക്കെ. സുബേർക്കാർക്ക് പനിയാണ്, അഡ്മിറ്റാണ്. അള്ളാഹു ശിഫ നൽകട്ടെ. നമുക്ക് അവസാനം ദ്വാരക്കാം. ആശുപത്രിയിലുള്ളത്. യെസ്. നീ നോക്ക്, വലി റസൂലിഹി, റസൂലിനിക്കും ഗുണം കാംക്ഷയാണ്. അതെങ്ങനെയായിരിക്കും? ഒന്ന് പറഞ്ഞു നോക്കിയേ. നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ റസൂലിലേക്ക് ഗുണകാംക്ഷ ചെയ്യാം? റസൂലിനെ കൊണ്ട് നമ്മൾ എങ്ങനെ സ്വർഗത്തിൽ കടക്കും? എങ്ങനെയായിരിക്കും? ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കി. അൻഷാദൊക്കെ പറയട്ടെ, എങ്ങനെയായിരിക്കും? യെസ്.
യെസ്, വെരി ഗുഡ്. യെസ്, വെരി ഗുഡ്. ഒന്ന്, നബിതങ്ങൾ അല്ലെങ്കിൽ റസൂല്. ഇപ്പോൾ നമ്മൾ മുത്തുനബിയെ കുറിച്ച് പറയാം. നമ്മുടെ റസൂല് മുത്തുനബിയാണ്. മുത്തുനബിയെ നമ്മൾ അംഗീകരിക്കുക, മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് അംഗീകരിക്കുക. മറ്റൊന്ന്, മുത്തുനബി കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കുക. പിന്നെ മുത്തുനബി പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരിക. നബി തങ്ങളുടെ ചര്യ നമ്മൾ സജീവമാക്കുക, സുന്നത്തുകൾ നമ്മൾ സജീവമാക്കുക. നബി തങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തിയിലും നബി തങ്ങളെ പിൻപറ്റുക. അതുപോലെ നബി തങ്ങളോട് സ്നേഹിക്കുക. പറഞ്ഞ വിഷയം തന്നെ അൻഷാദ് ഭായി പറഞ്ഞ തന്നെ, നബി തങ്ങളെ സ്നേഹിക്കുക, നബി തങ്ങളെ അനുധാവനം ചെയ്യുക, പിൻപറ്റുക. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രവാചകരോടുള്ള, റസൂലിനോടുള്ള നസീഹത്ത് നമ്മൾ മീൻ ചെയ്യുക. അതിനുകൊണ്ടുള്ള ഉദ്ദേശം, അതിൻ്റെ ആശയം എന്താണ്? ഓക്കെ ആണോ? ക്ലിയർ ആണോ? എവിടെ ഹഫീസ്? ഹഫീസ് എവിടെ? നോട്ട് ചെയ്യണേ. അല്ലേ? എന്താ പറഞ്ഞേ? പരിപാടിയിലായിരുന്നു. ഓക്കെ. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കണം, മിസ്സായി പോയിരുന്നു. അപ്പൊ ഇതൊന്ന് കുറച്ച് ഇതിന്റെ തലക്കെന്നൊന്ന് കേൾക്കും വേണം. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞു തന്നത്, ദീന് എന്ന് പറഞ്ഞാൽ, ദീനുൽ ഇസ്ലാം അത് ഗുണകാംക്ഷയാണ്. അത് അള്ളാഹുവിനിക്കും അള്ളാഹുവിൻ്റെ കിതാബിനിക്കും അള്ളാഹുവിൻ്റെ റസൂലിനിക്കും മുസ്ലിമീങ്ങളുടെ ഭരണാധികാരികൾക്കും മറ്റു മുസ്ലിമുകൾക്കും ഗുണം കാക്ഷിക്കണം. അപ്പം അടുത്ത പോയിന്റ്, വലി അഇമ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിലെ ഭരണാധികാരികൾക്ക്. അതെങ്ങനെയായിരിക്കും? എങ്ങനെയായിരിക്കും? ഒന്ന് പറഞ്ഞു നോക്കിയോ. അതായത് ഭരണാധികാരികളെ നമ്മൾ ഗുണകാംക്ഷ നടത്തിയിട്ട് നമുക്ക് കൂലി കിട്ടുന്ന വിഷയങ്ങൾ എന്തൊക്കെയായിരിക്കും? നമ്മുടെ നാട്ടിലെ ഭരണാധികാരികളിലേക്ക് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അവതരിപ്പിച്ച് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കും? പറഞ്ഞോളൂ. എന്നൊക്കെയായിരിക്കും? ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കി. നേരത്തെ പറഞ്ഞു നോക്കി, നിങ്ങൾ പറഞ്ഞു നോക്കി, ശരിയാണല്ലോ? എന്ന് ഞാൻ പറയാം. ഒന്ന്, അവരോട് ഹക്ക് കൊണ്ട് കൽപ്പിക്കുക. ഹക്ക് കൊണ്ട് കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ചിലർ ചിലപ്പോൾ തെറ്റായ രൂപത്തിൽ ഭരണം നടത്തുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് നല്ല മാർഗം പറഞ്ഞു കൊടുക്കേണ്ടി വരും, ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ടി വരും. ഒന്ന്. പിന്നെ അവരിലേക്ക് മുസ്ലിമീങ്ങളുടെ ആവശ്യങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടി വരും. അവർക്കറിയില്ല, എല്ലാം ചിലപ്പോൾ സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന ആളുകളുമായി ഇടപഴകാത്തത് കൊണ്ട് അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അവർക്കറിയില്ല. അപ്പോൾ അവരോട് പറയണം, എത്തിച്ചു കൊടുക്കണം, ഇന്ന സ്ഥലത്ത് ഇന്ന ആവശ്യങ്ങളൊക്കെ ഉണ്ട്, അത് നിങ്ങൾ നടപ്പിലാക്കി കൊടുക്കണം. അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന സമയത്ത് അവരത് ഏറ്റെടുക്കും, ചെയ്യും. മറ്റൊന്ന്, അവരെ നല്ല കാര്യങ്ങളിൽ അനുസരിക്കണം. അവരൊരു നിയമം കൊണ്ടുവന്നു, നല്ല കാര്യങ്ങളിൽ അവരെ അനുസരിക്കുക. പിന്നെ അവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുക. ഖുതുബ, വെള്ളിയാഴ്ച ഖുതുബ ഓതുന്ന സമയത്ത് ഖത്തീബ് അവസാനം ദുആ ചെയ്ത് കേട്ടിട്ടില്ലേ? ലോകത്തെ മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും, അവരുടെ നേതാക്കന്മാർക്കും ഖലീഫമാർക്കും ഒക്കെ ദുആ ചെയ്യും. അത് നമ്മുടെ ഒരു കടപ്പാടാണ്. പിന്നെ അവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകണം, അവരോട് അവരെ സ്നേഹിക്കണം. ഇത്തരം കാര്യങ്ങളാണ് മുസ്ലിം ഭരണാധികാരികൾക്ക് ഗുണകാംക്ഷയൂലം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ ആണോ? മനസ്സിലായോ? എവിടെ?
പറയും. യെസ്, അടുത്ത നോക്കി നിങ്ങൾ. വ ആമത്തിഹിം, വ ആമത്തിഹിം, അവരിലെ മറ്റു ജനങ്ങൾക്കും. ഇപ്പം ഇമ്മത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, സാധാരണക്കാരായ ആളുകളുണ്ട്, അപ്പം അവർക്ക് വേണ്ടി. അതെങ്ങനെ മറ്റു ജനങ്ങൾക്ക് നമ്മൾ ഗുണം ആഗ്രഹിക്കേണ്ടത്? അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവർക്ക് ദുനിയാവിൽ വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ആഖിറത്തിൽ വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവരെ ദ്രോഹിക്കാതിരിക്കുക, അവരെ ന്യൂനതകൾ മറച്ചു വെക്കുക, അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കാതിരിക്കുക, അവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, നന്മ കൊണ്ട് ഉപദേശിക്കുക, തിന്മ കൊണ്ട് വിരോധിക്കുക, അവർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അവർക്കും കിട്ടണമെന്ന് ആഗ്രഹിക്കുക. അതുപോലെ നമുക്ക് ഇഷ്ടപ്പെടാത്ത, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവർക്കും ഉണ്ടാവരുത്, എത്തരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യാം. ഇത്തരം കാര്യങ്ങളെ കൊണ്ടാണ് മുസ്ലിമീങ്ങളിലെ മറ്റു സാധാരണ മുസ്ലിമീങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഗുണകാംക്ഷ നടത്തേണ്ടത്. എല്ലാം പറ്റൂ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഗുണം പ്രതീക്ഷിക്കുന്ന സമയത്ത്, ഗുണം ആഗ്രഹിക്കുന്ന സമയത്ത് അവർക്കും അതുകൊണ്ട് ഗുണമുണ്ടാകും, നമുക്കും അതുകൊണ്ട് ഗുണമുണ്ടാകും. നമ്മളും നേരാകും, അവർക്ക് അതിൻ്റേതായ. അള്ളാഹുവിനിക്ക് ഗുണമുണ്ടാകാമെന്ന് നമ്മൾ പറയാൻ പറ്റില്ല. അള്ളാഹുവിനിക്കിപ്പോൾ ഗുണം കിട്ടും, ഗുണം ഒഴിവാകുമെന്നൊക്കെ നമ്മൾ ആ രൂപത്തിൽ പറയില്ല. പക്ഷെ അവിടെ എന്തുണ്ട്? അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലം നമുക്ക് തന്നെ തിരിച്ച് കിട്ടുന്നുണ്ട്. സുബ്ഹാനല്ലാഹ് എന്ന് നമ്മൾ അള്ളാഹുവിനിക്ക് തസ്ബീഹ് ചൊല്ലുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? അള്ളാഹുവിൻ്റെ പരിശുദ്ധതയെ ഞാൻ വാഴ്ത്തുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധത എന്ന് പറഞ്ഞാൽ നമ്മൾ പരിശുദ്ധനാവുകയും ചെയ്യും. എങ്ങനെ? അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ നമ്മൾ വാഴ്ത്തി അള്ളാഹു നമ്മളെ പരിശുദ്ധനാക്കുകയും ചെയ്യും. അതുപോലെ കിതാബുമായി ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞാൽ ഖുർആൻ അതിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട്, മര്യാദകളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് പാരായണം ചെയ്യുമ്പോൾ, അതിനുള്ള കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ, നല്ലത് ഉപദേശിക്കുമ്പോൾ, തിന്മ വിരോധിക്കുമ്പോൾ, അത്തരം കാര്യങ്ങളെ കൊണ്ട് ഖുർആനോടുള്ള ഗുണകാംക്ഷ നമ്മൾ വീട്ടുകയായി. റസൂലിനോടുള്ള ഗുണകാംക്ഷ നമ്മൾ എങ്ങനെയാണ് വീട്ടുന്നത്? അത് നബിതങ്ങൾ കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളും നമ്മൾ അംഗീകരിക്കുന്നു, നബിതങ്ങളെ സ്നേഹിക്കുന്നു, നബിതങ്ങളോട് പിൻപറ്റുന്നു, നബിതങ്ങളെ ഇഷ്ടം വെക്കുന്നു, ഇത്തരം കാര്യങ്ങൾ. അതുപോലെ നേതാക്കളോട് എങ്ങനെയാണ്? ഭരണാധികാരികൾ അവർക്ക് ശ്രദ്ധയില്ലാത്ത വിഷയങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു, അവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുന്നു, അവർ കൊണ്ടുവരുന്ന നിയമങ്ങൾ നമ്മൾ അനുസരിക്കുന്നു. മറ്റു ജനങ്ങളോടോ? മറ്റു ജനങ്ങൾക്ക് നമ്മൾ സാധാരണ ചെയ്യുന്ന എല്ലാ നന്മയും, നമുക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്ന, നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കും ആഗ്രഹിക്കുക. നമുക്ക് സ്വന്തം ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കിട്ടുന്നതും നമുക്ക് താല്പര്യമില്ലാതിരിക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ല? ക്ലിയർ അല്ല? എവിടെ സാഹിദ്? ഓക്കെ അല്ലേ? ഇതിൻ്റെ തുടക്കം ഒന്ന് കേൾക്കണേ. ഇനി അടുത്തത് ഹുർമത്തു ദമിൽ മുസ്ലിമി വമാലിഹി. ഹുർമത്തു മഹത്വമുള്ളതാണ്, ആദരവുള്ളതാണ്. ദമിൽ മുസ്ലിം, മുസ്ലിമിൻ്റെ രക്തവും, വമാലിഹി അവൻ്റെ മുതലും. മുസ്ലിമിൻ്റെ രക്തവും മുസ്ലിമിൻ്റെ സമ്പത്തും ആദരവുള്ളതാണ്, ആദരിക്കപ്പെടേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസാണ് നമ്മൾ പറയുന്നത്. ഒരു ആമുഖം ഞാൻ പറയാം. നിങ്ങൾക്ക് പല ഭാഗങ്ങളിൽ നിന്നും ഇസ്ലാമിനെ കുറിച്ചൊരു ആരോപണം ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഇസ്ലാമിലെ ശിക്ഷാവിധികളെക്കുറിച്ച്. ഇസ്ലാമിക് ക്രിമിനോളജി, ഇസ്ലാമിക ശിക്ഷാവിധികൾ, നീതിന്യായ കാര്യങ്ങൾ. കള്ളു കുടിച്ചാൽ 40 അടി അടിക്കണം, വ്യഭിചരിച്ചാൽ 100 അടി അടിച്ച് നാട് കടത്തണം, അല്ലെങ്കിൽ വിവാഹിതനാണെങ്കിൽ അവനെ എറിഞ്ഞു കൊല്ലണം.
കൊന്നാൽ തിരിച്ചു കൊല്ലും, കട്ട് കഴിഞ്ഞാൽ നിശ്ചിത സംഖ്യ മോഷ്ടിച്ചാൽ കൈമുറിക്കും, അതുപോലെ വ്യഭിചാര ആരോപണം പറഞ്ഞാൽ 80 അടി അടിക്കും, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പണി ചെയ്താൽ അവന് ജീവൻ നഷ്ടപ്പെടും. ഇങ്ങനെ 6 പ്രധാനപ്പെട്ട നിയമങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇത് പലപ്പോഴും പലരും ചർച്ച ചെയ്ത് പല വിധത്തിലും ഇസ്ലാമിനെ ആക്രമിക്കാനും ഇസ്ലാമിൻ്റെ വിഷയങ്ങളെ എതിർക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന, ശത്രുക്കൾ ഉപയോഗിക്കുന്ന ഒരു ഭാഗം കൂടിയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുറ്റം ചെയ്താൽ ശിക്ഷ ലഭിക്കും എന്ന് ഇസ്ലാം നിഷ്കർഷിക്കുന്നത് കുറ്റം നടക്കാതിരിക്കാനാണ്. ഞാൻ ഒരാളെ അകാരണമായി കൊലപ്പെടുത്തിയാൽ എൻ്റെ ജീവനും അപകടത്തിലാവും എന്ന് ഞാൻ ആദ്യം എനിക്ക് ധാരണയുണ്ട്, ബോധമുണ്ട്. ഇസ്ലാമിക കോടതിയിൽ എൻ്റെ ജീവനും നഷ്ടപ്പെടുമെന്ന ബോധമുണ്ടെങ്കിൽ ഞാൻ കൊല്ലാൻ പോകില്ല. അപ്പോൾ ഒരാളുടെ ജീവന് സംരക്ഷണം നൽകുകയാണ്. ഞാൻ കള്ളുകുടിച്ച് എൻ്റെ ബുദ്ധി നശിപ്പിച്ചാൽ എനിക്ക് 40 അടി എനിക്ക് ഭരണകൂടം നൽകും. അപ്പോൾ ഞാൻ എൻ്റെ ബുദ്ധിയെ നശിപ്പിക്കാൻ, കള്ളുകുടിച്ച് ബുദ്ധി നശിപ്പിക്കാൻ പോകില്ല. അപ്പോൾ 40 അടി എനിക്ക് ലഭിക്കില്ല, എൻ്റെ ബുദ്ധി സംരക്ഷിക്കപ്പെടുകയാണ്. വ്യഭിചാരാരോപണം നടത്തി മറ്റൊരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാൻ വേണ്ടി ഞാൻ ഒരുങ്ങിപ്പുറപ്പെടുമ്പോൾ 80 അടി എനിക്ക് അടിക്കപ്പെടും എന്ന ഒരു ബോധമുണ്ടെങ്കിൽ മറ്റൊരാളുടെ അഭിമാനം നമ്മൾ കാറ്റിൽ പറത്താൻ പോവില്ല. നമ്മൾ അവൻ്റെ അഭിമാനം സംരക്ഷിക്കുക. വ്യഭിചരിച്ചാൽ 100 അടി അടിക്കപ്പെടും, അല്ലെങ്കിൽ വിവാഹിതനാണെങ്കിൽ എറിഞ്ഞു കൊല്ലപ്പെടും എന്ന നിയമം നമ്മൾ നടപ്പിലാക്കുമെന്ന ബോധം നമുക്കുണ്ടെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ തറവാട് ബന്ധം സംരക്ഷിക്കപ്പെടുകയാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാൽ ജീവന് ഹാനി വരും എന്ന ബോധമുണ്ടെങ്കിൽ അവൻ്റെ മതം അവൻ സംരക്ഷിക്കുകയാണ്. ഇങ്ങനെ പ്രധാനപ്പെട്ട 6 വിഷയങ്ങൾ അത് സംരക്ഷണം നൽകുകയാണ്. അപ്പോൾ ഇവിടെയും മുസ്ലിമിൻ്റെ രക്തത്തിനും മുസ്ലിമിൻ്റെ സമ്പത്തിനും ആദരവുണ്ട്, പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് വിളിച്ചോടുന്നൊരു ഹദീസാണ്. ഇതിൽ നിന്ന് തെറ്റിദ്ധരിച്ച് ശത്രുക്കൾ എല്ലാവരോടും യുദ്ധം ചെയ്യേണ്ടതാണ് എന്ന് നിങ്ങൾ ഒരിക്കലും ഇനി പറയാൻ പോകുന്ന ഹദീസിൽ നിന്ന് മനസ്സിലാക്കരുത്. ഓരോ ഹദീസിനും ഓരോ കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഞാൻ ഇന്ന് നിങ്ങളോടൊരു വിഷയം പറയുകയാണെങ്കിൽ, ഇന്ന് 21-ാം തീയതി ജൂൺ ഈ സമയത്ത് ലൈവായിട്ട് വരുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതേ സാഹചര്യം നാളെ ഒരുപക്ഷെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഓരോ സാഹചര്യത്തിനും അനുസരിച്ചുള്ള അതിൻ്റെ കോണ്ടെക്സ്റ്റുകൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഖുർആനും തഫ്സീറും ഹദീസുകളും വിഷയങ്ങളൊക്കെ മനസ്സിലാക്കാൻ. അപ്പോൾ ഒരു ഹദീസ് കണ്ടു കഴിഞ്ഞാൽ, ഒരു ആയത്ത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് തീരുമാനമെടുക്കാൻ പാടില്ല. അതിൻ്റെ കോണ്ടെക്സ്റ്റുകളും അതിൻ്റെ സനദുകളും അതിൻ്റെ വിഷയങ്ങളൊക്കെ പഠിച്ച വലിയ വലിയ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ മതവിധി എന്തു പറഞ്ഞു എന്ന് നമ്മൾ നോക്കി മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കാവൂ എന്ന് ആമുഖമായി നിങ്ങൾക്ക് പറയുകയാണ്. അപ്പോൾ ഈ ഹദീസ് തെറ്റായ രൂപത്തിൽ നിങ്ങൾ മനസ്സിലാക്കരുത്. പറയട്ടെ എവിടെ? എല്ലാവരും വരും. ബഷീർ ഖാൻ, ഹഫീസ് عن ابن عمر رضي الله عنهما عبد الله بن عمر رضي الله عنهما عمر رضي الله عنه മകനാണ്. أن رسول الله صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖാല പറഞ്ഞു, ഉമിർതു ഞാൻ കൽപ്പിക്കപ്പെട്ടു, എന്നോട് അള്ളാഹു കൽപ്പിച്ചു, അപ്പം ഞാൻ കൽപ്പിക്കപ്പെട്ടു, അൻ ഉഖാത്തിലൻ നാസ ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ, ശത്രുക്കളായ യുദ്ധം ചെയ്യേണ്ട അവസരത്തിലുള്ള ജനങ്ങളോട് യുദ്ധം ചെയ്യേണ്ട ആളുകളോട് യുദ്ധം ചെയ്യാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടു. ആദ്യം കൽപ്പന ഉണ്ടായിരുന്നില്ല.
ആദ്യം ക്ഷമിക്കാനായിരുന്നു. ഹിജ്റ പോകുന്നത് വരെ യുദ്ധത്തിനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല. അനുമതി കിട്ടിയതെപ്പോഴാണ്? കുറച്ച് കഴിഞ്ഞ ഇസ്ലാമികമായ വ്യവസ്ഥാപിതമായ ഒരു രാജ്യം നിലവിൽ വന്നു, മദീനയിൽ ഒരു രാജ്യം രൂപപ്പെട്ടു, ഭരണം സ്ഥിരപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ് യുദ്ധത്തിന് അനുമതി കിട്ടിയത്. ചരിത്രം വിശാലമാണ്, നമ്മളതൊക്കെ മനസ്സിലാക്കി പോണം. ഉമിർത്തു, ഞാൻ കൽപ്പിക്കപ്പെട്ടു, അള്ളാഹു എന്നോട് കൽപ്പിച്ചു, എന്ന് ഉഖാത്തിലന്നാസ്, യുദ്ധം ചെയ്യേണ്ട ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി എന്നോട് കൽപ്പിച്ചു. ഹത്താ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഇതുവരെ അവർ അള്ളാഹു അല്ലാതെ മറ്റൊരാളില്ലെന്നും മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്നും സാക്ഷ്യം വഹിക്കുന്നത് വരെ. സാക്ഷ്യം വഹിച്ചാൽ പിന്നെ എന്ത് ചെയ്യരുത്? അവരോട് യുദ്ധം ചെയ്തു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് അംഗീകരിച്ചു ശത്രുപക്ഷം എന്ന പിന്നെ അവരോട് പിന്നെ നമ്മൾ യുദ്ധം ചെയ്യാൻ പാടില്ല. അതുപോലെ വയുഖീമുസ്സലാത്ത, നിസ്കാരത്തെ നിലനിർത്തുകയും ചെയ്യുന്നത് വരെ, യുഖീമു അവർ നിലനിർത്തുന്നത് വരെയും അസ്വലാത്ത നിസ്കാരത്തിന്. എങ്ങനെ? നിസ്കാരത്തിൻ്റെ ഷർത്തുകളും ഫർളുകളൊക്കെ പാലിച്ചുകൊണ്ട്. അതുപോലെ വയുക്തു സക്കാത്ത, സക്കാത്ത് അവർ കൊടുക്കുകയും ചെയ്യുന്നത് വരെ. അപ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് നമ്മൾ യുദ്ധം ചെയ്യേണ്ട ശത്രുക്കളായ ആളുകളോട് യുദ്ധം ചെയ്യുന്ന സമയത്ത് അവർ സാക്ഷ്യം വഹിക്കുകയും നിസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കാൻ അവർ റെഡിയാവുകയും ചെയ്താൽ അവരോട് പിന്നെ യുദ്ധം ചെയ്യാൻ പാടില്ല. അതുവരെ യുദ്ധത്തിനുള്ള കൽപ്പനയുള്ളൂ. ഫഇദാ ഫഅലൂ, അവർ പ്രവർത്തിച്ചാൽ, ദാലിക അതിനെ പ്രവർത്തിച്ചാൽ, അങ്ങനെ അവർ ചെയ്തു കഴിഞ്ഞാൽ, ശ്രദ്ധിക്കണേ, അസ്വമൂ അവർ സംരക്ഷിച്ചിരിക്കുന്നു, മിന്നി എന്നിൽ നിന്ന്, ദിമാഅഹും അവരുടെ രക്തങ്ങളെയും, അതായത് അവരുടെ ജീവന് സംരക്ഷണം നൽകി, അംവാലഹും അവരുടെ മുതലുകളെയും സംരക്ഷിച്ചിരിക്കുന്നു. അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുകയാണ്. ഇല്ലാ ബിഹഖിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ഹക്ക് കൊണ്ടല്ലാതെ, ഇസ്ലാമിൻ്റെ ഹക്ക് കൊണ്ടല്ല. ഇസ്ലാമികമായി എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ അവരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിനനുസരിച്ച് അതിന് പിന്നെ ശിക്ഷ ഉണ്ടാവും. മുസ്ലിമായി കഴിഞ്ഞ് പിന്നെ അവനെന്ത് ചെയ്തു? തെറ്റ് ചെയ്തു, നേരത്തെ പറഞ്ഞ പോലെ കുറ്റം പ്രവർത്തിച്ചു, അപ്പോൾ അതിനനുസരിച്ച് ശിക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊന്നുമില്ലെങ്കിൽ, ഇസ്ലാമികമായിട്ടൊരു കുറവും കുറ്റമൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ അവൻ്റെ സ്വത്തിനും അവൻ്റെ മുതലുകൾക്കും സംരക്ഷണം നൽകുന്നതാണ്. വഹിസാബുഹും അവരുടെ വിചാരണ അത് അലല്ലാഹി തആല അള്ളാഹുവിൻ്റെ മേലാണ്. ചിലപ്പോൾ അവർ കഴിച്ചിലാവാൻ വേണ്ടി പറഞ്ഞതാവും, രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാവും. അതൊക്കെ നമ്മൾ നോക്കണ്ട. ഉള്ളു തുരന്ന് അല്ലെങ്കിൽ കത്തി കൊണ്ട് കുത്തി പരിശോധിച്ച് അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും തീരുമാനിക്കാനും അറിയാനും നമുക്ക് കഴിയില്ല. അപ്പോൾ അവരുടെ ഹിസാബ് അത് അല്ലാഹു തആല എന്ത് ചെയ്തോളും? എടുത്തോളും. ഹിസാബ് നമ്മൾ എടുക്കണ്ട. ഓരോരുത്തരെ അവൻ വെറുതെ പറയാണ്, അവന് നമ്മളെയൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി പറയാണ്, അവന് ശരിക്കും ഹൃദയത്തിൽ വിശ്വാസമൊന്നുമില്ല, ഈ കാര്യമൊന്നും ആരും ഏറ്റെടുക്കേണ്ടതല്ല, അത് നമ്മുടെ പേരല്ല, അത് അള്ളാഹുവാണ് ചെയ്യേണ്ടത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എവിടെ വളരെ ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കേണ്ടതാണ് ഈ ഹദീസ്. അപ്പോൾ ഇസ്ലാം എന്ന മതത്തിൽ ഒരാളുടെ ജീവനും സ്വത്തിനും, ഇത് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞത് 6 കാര്യങ്ങൾ പറഞ്ഞു. ജീവനും സ്വത്തിനും അതീവ പ്രാധാന്യവും സംരക്ഷണവും ഉറപ്പുവരുത്തുന്നുണ്ട് എന്നതാണ് ഈ ഹദീസിൻ്റെ താല്പര്യം. അല്ലാതെ എന്ത് മനസ്സിലാക്കിയത്? ശത്രുക്കളോട് യുദ്ധം ചെയ്യണം, കണ്ണോരൊക്കെ വെട്ടി പരിക്കേൽപ്പിക്കണം, അവരോട് യുദ്ധം ചെയ്തേ പറ്റൂ, കണ്ടോടത്തൊക്കെ വെട്ടി പരിക്കേൽപ്പിക്കണം, കൊല്ലണമെന്നല്ല. അതൊന്നും ഇസ്ലാമിൻ്റെ ആശയമേ അല്ല. ഈ ഹദീസിൻ്റെ താല്പര്യം, ഇസ്ലാം എന്താവുന്നു? ഒരു മനുഷ്യന് മുസ്ലിം ആവുന്നതോടുകൂടെ അവൻ്റെ സ്വത്തിനും അവൻ്റെ ജീവനും അതീവ പ്രാധാന്യവും സംരക്ഷണവും നൽകുന്നു.
സാറിനോട് ചോദിച്ചു, മനസ്സിലായി. ബൈജു നോക്കിയോ, ബൈജൂസ് അവിടെ ഉണ്ടോ? ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? 6676. യെസ്. അടുത്തത് ലാസ്റ്റ് ഹദീസ്. അത്വാഅത്തു വഅദമു തഅന്നുതി സബീലുൻ നജാത്ത്. അത്വാഅത്തു അനുസരിക്കലും, വഅദമു തഅന്നുതി കുറ്റപ്പെടുത്താതിരിക്കലും, സബീലുൻ നജാത്ത് അത് വിജയത്തിൻ്റെ മാർഗമാണ്. പറഞ്ഞത് കേൾക്കുക, അതുപോലെ ചെയ്യണ്ടെന്ന് പറഞ്ഞ ചില കാര്യങ്ങളുണ്ടാവുമല്ലോ, അത് ചെയ്യാതിരിക്കുക. അത് രണ്ടും എന്തിൽപ്പെട്ടതാണ്? വിജയത്തിൻ്റെ വഴിയാണ്. അതിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു ഹദീസാണ്. നോക്കാം. അൻ അബി ഹുറൈറത്ത അബ്ദുറഹ്മാൻ ഇബ്നി സഖറിൻ റളിയല്ലാഹു തആല അൻഹു ഖാല സമിഅ്തു, അദ്ദേഹം പറയാണ്, സമിഅ്തു ഞാൻ കേട്ടു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കേട്ടു, യഖൂൽ നബി തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. എന്താ നബി തങ്ങൾ പറഞ്ഞത്? ശ്രദ്ധിച്ചോ. മാ നഹൈതുക്കും അൻഹു ഫജ്തനിബൂ. മാ ഒരു കാര്യം, നഹൈതു ഞാൻ നിരോധിച്ചിരിക്കുന്നു, കും നിങ്ങൾക്ക്, അൻഹു ആ ഒരു കാര്യത്തെ തൊട്ട്. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് വിരോധിച്ചിട്ടുണ്ട്, ആ കാര്യം ഫജ്തനിബൂ അത് നിങ്ങൾ പാടെ ഒഴിവാക്കണം. ആ കാര്യം പാടെ ഒഴിവാക്കണം. ഞാൻ നിങ്ങളോടൊരു കാര്യം ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യരുത്. ഇനിയോ വമാ അമർത്തു, വമാ ഒരു കാര്യം, അമർത്തുക്കും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു, ബിഹി ആ ഒരു കാര്യം കൊണ്ട് കൽപ്പിച്ചിരിക്കുന്നു, ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു, അതിനെ നിങ്ങൾ ഫഅ്തു മിൻഹു അതിനെ നിങ്ങൾ കൊണ്ടുവരണം, മസ്തതഅ്തും നിങ്ങൾക്ക് കഴിവിൻ്റെ പരമാവധി, കഴിവിൻ്റെ പരമാവധി കൊണ്ടുവരണം. സണ്ട ചെയ്യണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങൾ തീരെ ചെയ്യരുത്. ചെയ്യാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ പരമാവധി കൊണ്ടുവരിക. അപ്പം അത് പൂർണ്ണമായ രൂപത്തിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞോളണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ എന്ത് ചെയ്യണം? കൊണ്ടുവരണം. എന്താ അങ്ങനെ പറയാൻ കാരണം? ഫഇന്നമ തീർച്ചയായിട്ടും അഹ്ലക്കല്ലദീന ഒരുത്തരെ നശിപ്പിച്ചിരിക്കുന്നു, ഒരുത്തരെ നശിപ്പിച്ചിരിക്കുന്നു, മിൻ ഖബലിക്കും നിങ്ങൾക്ക് മുമ്പുള്ള ഒരുത്തരെ, മുൻ സമുദായങ്ങളെ മീൻസ് നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങളെ നശിപ്പിച്ചിരിക്കുന്നു. എന്ത്? കസ്റത്തു മസായിലിഹിം അവരുടെ ചോദ്യങ്ങളുടെ വർധനവ്. ധാരാളം ചോദിക്കും, ഒരാവശ്യം ഉണ്ടാവില്ല, വെറുതെ ചോദിച്ച് അതാ ചോദ്യമാണ് അവരെ നശിപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം പിന്നെന്തും വഖ്തിലാഫുഹും അവർ വിഘടിച്ചു നിൽക്കലും, വേറിട്ട് നിൽക്കലും, എതിര് കാണിക്കലും, അല അംബിയാഇഹിം അവരുടെ പ്രവാചകന്മാരുടെ മേൽ. അപ്പം അവരുടെ പ്രവാചകന്മാരോട് എതിര് നിൽക്കലും അനാവശ്യമായ കുറേ ചോദ്യങ്ങളുമാണ് അവരെ നശിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്താണോ നിങ്ങളോട് പറഞ്ഞ് കൊണ്ടുവരാൻ പറഞ്ഞ് അത് പരമാവധി ചെയ്യുക. എന്ത് ചെയ്യണ്ടെന്ന് പറഞ്ഞു അത് ചെയ്യണ്ട. അത് എന്താ ഇങ്ങനെ ആയാലും എന്താ, അങ്ങനെ ചെയ്താൽ എന്താ, ഇങ്ങനെ ചെയ്താൽ പറ്റുമോ നബിയെ, ഇങ്ങനെ ചെയ്താൽ പറ്റുമോ, അല്ലെങ്കിൽ ആ രൂപത്തിൽ ചെയ്താൽ പറ്റുമോ, നബി ഇങ്ങനെയാണോ ഉദ്ദേശിച്ചത്, അങ്ങനത്തെ കുറേ ചോദ്യങ്ങളും വിഷയങ്ങളും ഒന്നും ചോദിക്കാതെ കൊണ്ടുവന്ന കാര്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരിക. ഉപേക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഉപേക്ഷിക്കുകയും ചെയ്യുക.
റവാഹുൽ ബുഖാരിയും മുസ്ലിമും. ക്ലിയർ അല്ലേ? എവിടെ ബഷീർക്ക നോക്കിയല്ലേ? മൂന്ന് ഹദീസാണ് നമ്മളിന്ന് പറഞ്ഞ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയും ഈ ഹദീസിൽ. 7, 8, 9 ആ ഞാൻ ഇതിൻ്റെ ഈ ഹദീസിൽ നിന്ന് കിട്ടുന്ന ചില മെയിൻ പോയിന്റുകൾ മലയാളത്തിൽ എന്തായിട്ടുണ്ട്, നമ്മുടെ LMS ഇട്ടിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അതൊന്ന് വായിക്കാം. 7ാമത്തെ ഹദീസ് ജസ്റ്റ് നിങ്ങൾ നോക്കണേ. 1, ഉപദേശത്തിൻ്റെ മഹത്വം. ദീനിൽ, അതായത് ഇസ്ലാമിൽ ഗുണകാംക്ഷയ്ക്കും ഉപദേശത്തിനുമുള്ള വലിയ സ്ഥാനവും അതിൻ്റെ പ്രാധാന്യവും വ്യക്തമാക്കുന്നു. അതിലുണ്ട് കേട്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിൻ്റ് എടുക്കുകയൊക്കെ ചെയ്യാം. അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ചെയ്യുന്നത്. ആരോടൊക്കെ ആവണം നമ്മൾ ഗുണകാംക്ഷ കാണിക്കേണ്ടത്? 5 പേരാണ് പറഞ്ഞത്. ഒന്ന് അള്ളാഹു, അള്ളാഹുവിൻ്റെ കിതാബ്, അള്ളാഹുവിൻ്റെ റസൂല്, നേതാക്കൾ, സാധാരണക്കാർ. സൽക്കർമ്മങ്ങൾ കൽപ്പിക്കലും തിന്മകളിൽ നിന്ന് വിലക്കലും നിർബന്ധമാണെന്ന് വ്യക്തമാക്കുന്നു ഈ ഹദീസ്. കൂടാതെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും സുരക്ഷിതത്വത്തിനും അത് എത്രത്തോളം പ്രാധാന്യമാണെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഇവിടെ ദീനെന്ന് പറഞ്ഞാൽ വെറും പ്രവൃത്തി മാത്രമല്ല, വാക്കും പെടും. ഗുണകാംക്ഷ എന്ന് പറഞ്ഞാൽ ഉപദേശം ഒക്കെ പറഞ്ഞാൽ വാക്കുകൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ദീൻ എന്ന പദത്തിൻ്റെ വാക്കിനെയും പ്രവൃത്തിയെയും ഉൾക്കൊള്ളുന്നതാണ്. ദീൻ എന്നാണ് എന്തായത് ഇവിടെ ഉപയോഗിച്ചത്. അപ്പോൾ നമ്മളൊരാളെ ഉപദേശിക്കുകയാണ്, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതും ദീനിൽപ്പെട്ട തന്നെയാണ്. പിന്നെ പണ്ഡിതന്മാരെ നമ്മൾ എന്ത് ചെയ്യണം? ആദരവ് കാണിക്കണം. അവരോട് ശത്രുത കാണിക്കരുത് എന്നുകൂടി ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നതാണ്. 8ാമത്തെ ഹദീസിൻ്റെ 1, സത്യനിഷേധികൾ ഇസ്ലാം സ്വീകരിക്കുകയും 2 ഷഹാദത്ത് കലിമ ഉച്ചരിക്കുകയും ചെയ്യുന്നതുവരെ അവരോട് പോരാടൽ നിർബന്ധമാണെന്ന് വ്യക്തമാക്കുന്നു. ഒരാൾ മുസ്ലിമാണെന്ന് വിധി എഴുതണമെങ്കിൽ ഷഹാദത്ത് കലിമ നാവുകൊണ്ട് ഉച്ചരിക്കൽ നിർബന്ധമാണ്. 2 ഷഹാദത്ത് കലിമകളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അവ രണ്ടും ഒന്നിച്ചുണ്ടായിരിക്കൽ അനിവാര്യമാണെന്ന് അതിൽ അങ്ങനെയുള്ള പ്രയോഗിച്ചത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് 2 പിന്നെ ആരെങ്കിലും സക്കാത്ത് നൽകാൻ വിസമ്മതിച്ചാൽ അവർ നൽകുന്നത് വരെ അതിനായി അവരോട് പോരാടണം. മുസ്ലിമീങ്ങൾ ആയിക്കഴിഞ്ഞാലും ചിലർ സക്കാത്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അവരോട് യുദ്ധം ചെയ്യണം. അപ്പോൾ മുസ്ലിമീങ്ങളോട് മാത്രം യുദ്ധം ചെയ്യാന്നുള്ളതല്ല, മുസ്ലിമുകളായ ആളുകളോട് യുദ്ധം ചെയ്യണമെന്ന് ഇസ്ലാം പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് മനസ്സിലാക്കണേ. എന്നോട് ഞാൻ പറഞ്ഞു, നമസ്കാരത്തിൻ്റെയും സക്കാത്തിൻ്റെയും മഹത്തായ സ്ഥാനം വ്യക്തമാക്കുന്നു. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ നിർബന്ധ കർമ്മങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് മുസ്ലിം നിലകൊള്ളേണ്ടത്. എൻ്റെ താല്പര്യങ്ങളും എൻ്റെ കാര്യവും എൻ്റെ കുടുംബവും എൻ്റെ ജീവിതവും എൻ്റെ ചുറ്റുപാടുകളും എൻ്റെ പരിസരവും അതല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അള്ളാഹുവിൻ്റെ നിർബന്ധമായ കൽപ്പനകൾ, അതിനാണ് നമ്മൾ സ്ഥാനം കൊടുക്കേണ്ടത്. പിന്നെ ഒരാൾ എന്ത് ചെയ്തു? ബാഹ്യമായി ഇസ്ലാം വെളിപ്പെടുത്തിയാൽ അത് അംഗീകരിക്കണം. അയാളുടെ ഉൾവിചാരം അള്ളാഹുവിലേക്ക് വിട്ടേക്കാണ് വേണ്ടത്. പറഞ്ഞല്ലോ, ബാഹ്യമായിട്ടിപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചേ പറ്റൂ. അത് പിന്നെ അദ്ദേഹം വെറുതെ പറഞ്ഞതാണ്, അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ പറഞ്ഞതാണ്. ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അത് അള്ളാഹുവിലേക്ക് വിടുക. യഥാർത്ഥ
വിചാരണ പരലോകത്താണ്. കർമ്മങ്ങളുടെ യഥാർത്ഥമായ വിചാരണയും കണക്കെടുപ്പും പരലോകത്ത് മാത്രമായിരിക്കും. അത് 8-ാമത്തെ ഹദീസ്. 9-ാമത്തെ ഹദീസ് നിഷിദ്ധ കാര്യങ്ങൾ വർജിക്കൽ. അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും ഹറാമാക്കിയ എല്ലാ കാര്യങ്ങളും ഉപേക്ഷിക്കൽ നിർബന്ധമാണെന്ന് വ്യക്തമാക്കുന്നു. അള്ളാഹുവും അവൻ്റെ റസൂലും നിർബന്ധമാക്കിയ എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കൽ അനിവാര്യമാണ്. നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതിനാണ് നിർബന്ധ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനേക്കാൾ മുൻഗണന നൽകേണ്ടത്. നിഷിദ്ധം ഹറാമായത് നമ്മൾ വിട്ടുനിൽക്കുക, അതാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്. കാര്യങ്ങൾ എളുപ്പമാക്കുക, പ്രയാസങ്ങൾ ഒഴിവാക്കുക എന്നത് ഇസ്ലാമിക ശരീഅത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ ഒന്നാണ്. എന്ത് ചെയ്യാൻ പാടില്ല, ഒക്കെ എളുപ്പം, ഇങ്ങനെ സങ്കീർണമാക്കരുത്, ചോദ്യം ചോദിച്ച് എടങ്ങേറാക്കരുത്, കൂട്ടിക്കൂട്ടി പറയരുത്. അപ്പോൾ ബക്കറ സൂറത്തുൽ ബക്കറ എന്നതിന് പേര് വരാൻ കാരണം അതിലൊരു പശുവിനെ ഇറക്കാൻ വേണ്ടി കൽപ്പിച്ചു. അപ്പോൾ അവർ ചോദിച്ചു, പശു എങ്ങനെ ആവണം, അല്ലെങ്കിൽ നിറം എങ്ങനെ ആവണം, അല്ലെങ്കിൽ രൂപം എങ്ങനെ ആവണം, ഇനി കൊമ്പുണ്ടോ, ഇനി ഇന്നുണ്ടോ, അങ്ങനെ ഓരോന്ന് ചോദിച്ച് അപ്പോൾ അങ്ങനെ കണ്ടീഷൻ കൂടി. നേരെ മറിച്ച് ആദ്യം പറയാം, ഒരു പശുവിനെ ഇറക്കാൻ പറഞ്ഞാൽ ഒറ്റ പശുവിനെ ഇറക്കാൻ മതിയായിരുന്നു, ഒരു നാൽക്കാലി ഇറത്താൽ മതിയായിരുന്നു. പക്ഷെ ഇവരിങ്ങനെ പറഞ്ഞ് കൂടി വന്നപ്പോൾ അവസാനം ലോകത്താകെ ഒറ്റൊന്നായി മാറിയ സാധനം. അപ്പോൾ പ്രയാസം ഉണ്ടാകുകയാണോ എളുപ്പമാകുകയാണോ അവർക്ക് ചെയ്തത്? ചോദ്യങ്ങളെ കൊണ്ട് നിങ്ങൾ പറയും. എളുപ്പമാകുക ചെയ്ത്. നിറം എന്താണ് ചോദിച്ചു, അപ്പം എന്നെ നിറയെ പറ്റുള്ളൂ പറഞ്ഞു. ആദ്യം അത് ചോദിക്കുന്നതിന് മുമ്പാണ് ഏത് നിറവും പറ്റിയിരുന്നു. മനസ്സിലാണ്ട? ഓക്കെ അല്ലേ? നിങ്ങൾ എൻ്റെ കൂടെ അല്ലേ? ക്ലിയർ അല്ലേ? പിന്നെ ഒരാൾക്ക് തൻ്റെ കഴിവിനപ്പുറമുള്ള കാര്യങ്ങൾ ചെയ്യൽ നിർബന്ധമില്ല. കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ ചിലത് ചെയ്യാൻ അശക്തനായാൽ തനിക്ക് സാധിക്കുന്നത് മാത്രം പ്രവർത്തിച്ചാൽ മതിയാവും. ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചോദിക്കുക. അനാവശ്യമായ ആഴത്തിലുള്ള ചോദ്യങ്ങളും മതപരമായ കാര്യങ്ങളിൽ അതിര് കവിയുന്നതും ഒഴിവാക്കുക. സാങ്കല്പികമായ കുറേ ചോദ്യങ്ങൾ ഒന്നും ആവശ്യമില്ല. നമുക്ക് ആവശ്യമുണ്ടോ അത്തരം കാര്യങ്ങൾ ചോദിക്കാം. യെസ്, ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളത് നോക്കിയാൽ കാണാം കേട്ടോ. ഓക്കെ, ചെറിയ ഹദീസുകളാണ്, കാണാതെ പഠിക്കണേ. മാ നഹൈതുകും അൻഹു ഫജ്തനിബൂഹു വമാ അമർതുകും ബിഹി ഫഅ്തു മിൻഹു മസ്തതഅ്തും ഇന്നമാ അഹ്ലകല്ലദീന മിൻ ഖബ്ലികും കസ്റത്തു മസായിലിഹിം വഖ്തിലാഫുഹും അലാ അംബിയാഇഹിം ഉമിർതു അൻ ഉഖാതില അന്നാസ ഹത്താ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് ويقيموا الصلاة ويؤتوا الزكاة فإذا فعلوا ذلك അവരങ്ങനെ പ്രവർത്തിച്ചാൽ عصموا مني دماءهم وأموالهم إلا بحق الإسلام وحسابهم على الله تعالى. ഫസ്റ്റത്തെ ഒന്നുകൂടി എളുപ്പമാണ്. الدين النصيحة قلنا لمن قال لله ولكتابه ولرسوله ولأئمة المسلمين وعامتهم. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നോട്ട് എഴുതണേ നിങ്ങൾ. നമ്മളെ അൻഷാദൊക്കെ നോട്ട് ചോദിച്ചിരുന്നു. വേർഡ് ബൈ വേർഡ് മീനിങ് നിങ്ങൾ എഴുതുന്നതാണെന്നും കൂടി നല്ലത്. അത് പറയാൻ കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് മടി വരും. നോട്ട് അവിടെ ഉണ്ടല്ലോ എന്നുള്ള ഒരു സുഖം വരും. അപ്പോൾ നമ്മൾ നോട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഭാഗത്തുനിന്നൊരു ചെറിയൊരു ശ്രമം ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് നിങ്ങൾ എഴുതണം. നോട്ട് നമുക്ക് തരില്ല എന്നല്ല പറഞ്ഞു, നോട്ട് തരും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഭാഗത്തുനിന്നൊരു എഴുത്ത് എഴുതണം. ഒരു പൂർണ്ണമായ ആശയം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു രൂപത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതാം. ഒരു പൂർണ്ണമായ ആശയം കിട്ടാത്ത ഒരു സെൻറ്റൻസും ഒരു വാക്കും ഇല്ല. അപൂർണമായ ആശയം നമ്മൾ വെച്ചാൽ മതി. ഒരു ജുംലത്തും മുഫീദ, ഒരു സ്പീച്ച്, അത് നമ്മൾ എന്ത് ചെയ്താൽ മതി,
മനസ്സിലാക്കിയിട്ട് അർത്ഥം വെച്ച് പോയാൽ മതി. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആ ചാനലിൽ തന്നെ നിങ്ങൾക്ക് ചില ക്ലാസ്സുകൾ കാണാം. ഹദീസിൻ്റെ അല്ല, ക്ലാസ് 1 നഹ്വ് എന്ന് പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. അത് നിങ്ങളൊന്ന് കേൾക്കുന്നത് നല്ലതാണ്. സമയം ഉണ്ടാകുമ്പോഴേ ഗ്രാമറുമായി ബന്ധപ്പെട്ട ചെറിയൊരു ക്ലാസ്സാണ്. ഞാൻ വേറൊരു സ്റ്റുഡൻറ്റിന് എടുക്കുന്നതാണ്. നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് അയച്ചാൽ നിങ്ങളതൊന്ന് കേൾക്കും. അപ്പോൾ ചെറിയ രൂപത്തിലൊരു ടച്ച് ഗ്രാമർ ഫലമായിട്ട് നിങ്ങൾക്ക് കിട്ടും. അദ്ദേഹം യു എയിൽ താമസിക്കുന്ന ഒരാളാണ്. അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ബാങ്ക് ഉണ്ടല്ലോ, സാഹിദ്, ഏതാ ബാങ്കിൻ്റെ പേര്? അൽ റാജി എന്നാണ്. അൽ റാജി എന്ന് പറഞ്ഞൊരു ബാങ്ക് ഉണ്ട് അവിടെ. അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനാണ് ആൾ. അദ്ദേഹത്തിന് ക്ലാസിക് അറബി പഠിക്കണം. അദ്ദേഹത്തിന് ചെറിയൊരു ഗ്രാമറിൻ്റെ ഒരു തുടങ്ങിയത് നിങ്ങൾക്കും അത് ഉപകാരപ്പെടുന്ന എനിക്ക് തോന്നുന്നു. ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ അയച്ചു തരാം. അതിൽ നിങ്ങളൊന്ന് കേട്ട് നോക്കി, രസമുണ്ടാവും. ആ ഒരു ആപ്ലിക്കേഷൻ എന്ത് ചെയ്യുക, ഇതിലും വെച്ച് കൊടുക്കുക. പൂർണ്ണമായിട്ട് നമുക്ക് വെച്ച് കൊടുത്താൽ ഒക്കെ അടിപൊളിയായിട്ട് നമുക്ക് മനസ്സിലാവും. ഇസ്മ്, ഫീല്, ഹർഫ് എന്നീ പാർട്സുകളാണ് ഉള്ളത്. ഇസ്മും ഫീലും ഹർഫും. ഇംഗ്ലീഷിൽ പറയുന്ന പോലെ 8 ഒന്നുമില്ല. നൗൺ, പ്രൊനൗൺ, അഡ്ജക്റ്റീവ്, ആഡ്വേർബ്, പിന്നെന്താ, വെർബ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, ഇൻ്റർജെക്ഷൻ. പിന്നെ 8 എട്ടത്തിൽ ഇനിയിപ്പോൾ 9 ആക്കാൻ വേണ്ടി ഒരു ആലോചന നടന്നുകൊണ്ടിരിക്കുകയാണ്. ആർട്ടിക്കിൾസ്, എ, ആൻഡ്, ദ, ഇത് വേറൊരു പാർട്ടാണ് എന്ന് ഗവേഷണം നടന്നുകൊണ്ടിരിക്കുക. ഏതായാലും നമുക്ക് അറബിയിലാകെ 3 ഇസ്മ്, സെക്കൻഡ് വൺ ഫിയല്, തേർഡ് വൺ ഹർഫ്. ഇസ്മ് എന്ന് പറഞ്ഞാൽ നൗണ് മാത്രമല്ല, പ്രൊനൗണും അഡ്ജക്റ്റീവും ഒക്കെ ഇസ്മിൽ വരും. അറബിയിലെ ഇസ്മിൽ പ്രൊനൗണും വരും, അഡ്ജക്റ്റീവും വരും. വേർബ് പറഞ്ഞ ഫിയല്, ക്രിയ. ഹർഫ്, പ്രിപ്പോസിഷൻ. ഈ പറയുന്നിടത്തൊക്കെ നമ്മൾ ഏതൊരു അറബി വായിക്കുകയാണെങ്കിലും ഇസ്മും ഫിയലും ഹർഫും തന്നെ ഉള്ളൂ. അതിൽ നാലാമതൊന്നുമില്ല. ഏതൊരു അറബി പദം എടുത്ത് പരിശോധിച്ചാലും ഈ 3 പെടും. ജസ്റ്റ് ഒന്ന് വേണേൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഉമിർത്തു, ജസ്റ്റ് നോക്കണേ. ഉമിർത്തു എന്ന് പറഞ്ഞ ഫീലാണ്. അൻ എന്ന് പറഞ്ഞ ഹർഫാണ്. ഉഖാത്തില എന്ന് പറഞ്ഞാലും ഫീലാണ്. അന്നാസ ഇസ്മാണ്. ഹത്ത ഹർഫാണ്. യഷ്ഹദു ഫീലാണ്. അൻ ഹർഫാണ്. ലാ ഹർഫാണ്. ഇലാഹ ഇസ്മാണ്. ഇല്ല ഹർഫാണ്. അള്ളാഹു ഇസ്മാണ്. വ ഹർഫാണ്. അന്ന ഹർഫാണ്. മുഹമ്മദൻ ഇസ്മാണ്. ഇങ്ങനെ ഓരോന്ന് നമുക്ക് പാർട്ടായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റും താല്പര്യമൊക്കെ വരും. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. താല്പര്യം ഉണ്ടെങ്കിൽ തുടർന്ന് കണ്ടാൽ മതി. താല്പര്യം ഉണ്ടാവും തന്നെയാണ് മനസ്സിലാകുന്നത്, ഇൻഷാ അല്ലാഹ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക. ഈ ചെറിയ ഹദീസുകളൊക്കെ കാണാതെ പഠിക്കുക. നമ്മൾ ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും ഹദീസിൻ്റെ ക്ലാസ് ഇത് കഴിഞ്ഞാൽ വേറെ ഹദീസ് ഓതും. ചെറിയ ഒരു 10-40 ഹദീസ് നമ്മൾ കാണാതെ പഠിച്ചിരിക്കുമെന്നൊരു ഉറച്ച തീരുമാനം നമ്മളെടുക്കുക. ഞാൻ പറഞ്ഞല്ലോ 40 ഹദീസ് പഠിച്ചാലുള്ളൊരു ഗുണം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ 40 ഹദീസ് നമ്മൾ ചെറിയ ഹദീസുകൾ പഠിക്കും എന്ന് തീരുമാനിക്കുക. അത് തന്നെ സാവധാനം നിർത്തി വേർഡ് ബൈ വേർഡായിട്ട് പഠിക്കുക. ഞാൻ വേഗം പഠിച്ചത്, അപ്പോൾ കുറേ അക്ഷരങ്ങൾ മിസ്സായി പോകും. സാവധാനം നമ്മുടെ പേസിൽ, നമ്മുടെ വേഗതയിൽ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. മാ നഹൈതുക്കും അൻഹു ഫജ്തനിബൂഹു വമാ അമർതുക്കും ബിഹി ഫഅ്തു മിൻഹു മസ്തതഅതും ഫഇന്നമാ അഹ്ലകല്ലദീന മിൻ ഖബ്ലിക്കും. കണ്ടോ, അങ്ങനെ കട്ട് ചെയ്യുക. നമ്മുടെ വേഗതക്കനുസരിച്ച്, പഠനത്തിലെത്തുന്ന വേഗതക്കനുസരിച്ച് കട്ട് ചെയ്ത് മുറിച്ച് പഠിക്കുക. അപ്പോൾ നമ്മളെ മനസ്സിലുണ്ടാവും. നമ്മൾ വേഗം പഠിച്ച് ഈ പെൺകുട്ടികളൊക്കെ പഠിക്കുന്നത് പോലെ കുറേ അങ്ങനെ കാണാതെ പഠിക്കും. എന്നിട്ട് നോക്കുമ്പോൾ
ഫസ്റ്റത്തെ ഭാഗം കിട്ടിയില്ലെങ്കിൽ ഒന്നും കിട്ടില്ല അവർക്ക്. ആദ്യം ഒന്നും കിട്ടില്ല. അങ്ങനെ പ്രശ്നം. ആ ഒരു ഫ്ലോ പോയി കഴിഞ്ഞാൽ ഫുള്ളും പോയി പോകും. അതുപോലെ ആകട്ടെ, നമ്മളത് മനസ്സിലാക്കിയിട്ട് നിർത്തി കട്ട് ചെയ്ത് പഠിക്കും. ദിക്റാണെങ്കിലും അങ്ങനെ തന്നെ, ഉലൂത്താണെങ്കിലും ഉലൂവിന് ശേഷമുള്ള ദുആ ആണെങ്കിലും, അതുപോലെ നിസ്കാരത്തിന് ശേഷമുള്ള ദുആ ആണെങ്കിലും, ഫാത്തിഹ സൂറത്താണെങ്കിലും, ചെറിയ ചെറിയ സൂറത്തുകൾ ഹിഫ്ളാക്കുകയാണെങ്കിലും ഒക്കെ നമ്മൾ നമ്മുടെ വേഗതക്കനുസരിച്ച് നിർത്തി ആത്മാർത്ഥമായി ക്ലിയറായിട്ട് നമ്മൾ പഠിക്കുക. അതിനനുസരിച്ച് ഫലം ഉണ്ടാവും തീർച്ച. എന്തെങ്കിലും പറയണ്ട? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ? റാഷിദ് വന്നോ? ഉണ്ടല്ലോ അല്ലേ? എന്നായിക്കോട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ മലിക്കുൽ ജബ്ബാറായ ജല്ല ജലാലായ അല്ലാഹ്, ഞങ്ങളിവിടെ പറഞ്ഞതും കേട്ടതും പഠിച്ചതും പഠിപ്പിച്ചതുമൊക്കെ നീ ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണം റഹ്മാനെ. ഇരട്ടി പ്രതിഫലങ്ങൾ നൽകണം അല്ലാഹ്. വല്ല പിഴവുകളും വല്ല കുറവുകളും വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കണമല്ല. പൂർണ്ണ പ്രതിഫലം ഞങ്ങളിൽ നിന്നും ഹബീബായ മുത്തുനബി തങ്ങളുടെ ഹളറത്തിലേക്ക്, മറ്റു അമ്പിയാക്കൾ, സാലിഹീങ്ങൾ, ശുഹദാക്കൾ എല്ലാവരുടെ ഹളറത്തുകളിലേക്കും എത്തിക്കണമല്ല. അവരുടെ ഹക്ക് കൊണ്ട്, ജാഹ് കൊണ്ട്, ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ നീ പൊറുക്കണം അല്ല. ഞങ്ങളുടെ പാപങ്ങളൊക്കെ മായ്ച്ചു കളയണമല്ല. ഞങ്ങളുടെ രോഗങ്ങളൊക്കെ ശിഫയാക്കണമല്ല. നമ്മുടെ പ്രിയപ്പെട്ട സുബൈർ ഖാൻ്റെ പനി എത്രയും പെട്ടെന്ന് നീ ശിഫയാക്കണമല്ല. ആഫിയത്തും ആരോഗ്യവും അദ്ദേഹത്തിനും ഞങ്ങൾക്കും വർദ്ധിപ്പിക്കണമല്ല. യാതൊരുവിധ പ്രയാസങ്ങളോ ശാരീരികമായ ബുദ്ധിമുട്ടുകളോ ക്ഷീണങ്ങളോ തളർച്ചകളോ ഞങ്ങൾക്കാർക്കും നീ നൽകല്ലേ അല്ല. ഉള്ളവർക്കെല്ലാം നീ ശിഫാ നൽകണമല്ല. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وارحمنا ولوالدينا ولأساتذتنا ولجميع المؤمنين وارحمنا وإياهم بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد صلى الله عليه وسلم وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.